കുതിരാൻ തുരങ്കം ദേശീയപാത 544-ൽ പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ മണ്ണുത്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുരങ്കമാണ് കുതിരാൻ തുരങ്കം. കുതിരാൻ വെറുമൊരു തുരങ്കം മാത്രമല്ല, 970 മീറ്റർ നീളമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ തുരങ്കപാതയാണിത്. വീതി കണക്കാക്കിയാൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുരങ്കങ്ങളിലൊന്നാണ് നമ്മുടെ കുതിരാൻ. 14 മീറ്ററാണ് ഇതിന്റെ വീതി എന്ന് പറയുന്നത്. 10 മീറ്റർ ഉയരമാണ് ഈ തുരങ്കത്തിനുള്ളത്. ഈ രണ്ട് തുരങ്കങ്ങളും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 20 മീറ്ററാണ്. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലാണ് പ്രവർത്തിക്കുന്നത്. റോഡ് ഗതാഗതത്തിനുള്ള കേരളത്തിലെ ആദ്യത്തെ തുരങ്കവും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ 6 വരി റോഡ് ടണലുമാണ് കുതിരാൻ തുരങ്കം. തുരങ്കത്തിന്റെ നിർമ്മാണം 2016 തുടങ്ങി 2021 ഡിസംബറോടെയാണ് പൂർത്തിയായത്. ഞങ്ങൾ തൃശൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത്. തുരങ്കം യാഥാർത്ഥ്യമായതോടെ ഏകദേശം 1.7 കിലോമീറ്ററോളം ദൂരം ലാഭിക്കാൻ സാധിക്കുന്നുണ്ട്. കേരളീയ മാതൃകയിലാണ് തുരങ്കത്തിന്റെ കവാടം സ്ഥിതി ചെയ്യുന്നത്. തുരങ്കത്തിനകത്തെ പൊടിപടലങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി 10ഓളം ബ്ലോവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവ അകത്തുള്ള പൊടിപടലങ്ങളെ തുരങ്കത്തിന് പുറത്തേക്ക് തള്ളിവിടുന്നുണ്ട്. അതുപോലെ തന്നെ വെളിച്ചക്കുറവ് പരിഹരിക്കാൻ 1200ഓളം LED ലൈറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഭൂമിശാസ്ത്രപരവും അതുപോലെ തന്നെ ഭരണപരവുമായ വെല്ലുവിളികൾ കാരണം തുരങ്കത്തിന്റെ പണികൾ പൂർത്തിയാക്കുവാൻ ഒരു ദശാബ്ദത്തിലേറെ സമയമെടുത്തു എന്നാണ് പറയുന്നത്. തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിന് റേഞ്ച് ലഭിക്കില്ലെന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി 6ഓളം ഇടങ്ങളിൽ എമർജൻസി ലാൻഡ് ഫോൺ സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ വിവിധ സുരക്ഷാ ആവശ്യങ്ങൾക്കായി ധാരാളം സെൻസറുകളും ഈ തുരങ്കത്തിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വായുവിന്റെ മർദ്ദവ്യത്യാസം, ഓക്സിജൻ ലെവൽ ഇവയെല്ലാം അളക്കുവാൻ വേണ്ടി പ്രത്യേക ഉപകരണങ്ങളും ഈ തുരങ്കത്തിനകത്തുണ്ട്. പുറത്തുള്ള കൺട്രോൾ റൂമിനകത്തിരുന്നാണ് ഇവയുടെ ക്രമീകരണങ്ങളെല്ലാം നിയന്ത്രിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. അഗ്നിബാധ തടയാൻ വേണ്ടി 8ഓളം വാൽവുകളുള്ള ഫയർ ലൈനുകളും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ തുരങ്കത്തിനോട് ചേർന്ന് 2 ലക്ഷം ലിറ്റർ വെള്ളം സൂക്ഷിക്കാൻ കഴിയുന്ന പ്രത്യേക വാട്ടർ ടാങ്ക് സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട്. തുരങ്കത്തിനുള്ളിൽ എന്തെങ്കിലും അപകടമുണ്ടായാൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തുരങ്കത്തിനകത്ത് തന്നെ മറ്റൊരു ചെറിയ ഇടനാഴിയുമുണ്ട്. ആദ്യ തുരങ്കത്തെ രണ്ടാം തുരങ്കവുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണിത്. തുരങ്കത്തിനകത്ത് ഏകദേശം 540 മീറ്റർ ദൂരം പിന്നിട്ടാൽ ഈ ഇടനാഴി എത്തും. ഒന്നാമത്തെ തുരങ്കത്തിൽ ഏതെങ്കിലും അപകടമോ ഗതാഗതക്കുരുക്കോ ഉണ്ടായാൽ നമുക്ക് ഇതുവഴി രണ്ടാമത്തെ തുരങ്കത്തിലേക്ക് കടക്കാനാകും. എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് കുതിരാൻ തുരങ്കത്തിലൂടെ സഞ്ചരിക്കുന്നത്. ശരിക്കും നല്ല കാഴ്ചകൾ തന്നെയാണ് കുതിരാൻ തുരങ്കം ഞങ്ങൾക്ക് സമ്മാനിച്ചത്.